ഹായ് ഓൾ, എല്ലാവർക്കും സി മീഡിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ലോഹം അലൂമിനിയം. അലൂമിനിയത്തിന്റെ ആറ്റോമിക നമ്പർ 13. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. ആദ്യമായി അലൂമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹാൻസ് ഈഴ്സ്റ്റഡ്. അലൂമിനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള ലളിതമായ മാർഗം കണ്ടുപിടിച്ചത് ചാൾസ് മാർട്ടിൻ ഹാൾ. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം ആദ്യമായി വേർതിരിച്ചത് ചാൾസ് മാർട്ടിൻ ഹാൾ. ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി അറിയപ്പെടുന്നത് ലീച്ചിങ്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ശക്തിയേറിയ കാന്തമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തം അൽനിക്കോ. പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ മോക്സ് സ്കെയിൽ. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം വജ്രം. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥം കൊറാൻഡം. കൊറാൻഡം രാസപരമായി അലൂമിനിയം ഓക്സൈഡ് ആണ്. വജ്രത്തിന്റെ കാഠിന്യം 10 മൊഹർ. കൊറാൻഡത്തിന്റെ കാഠിന്യം 9 മൊഹർ. അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവാണ് ലാപ്പീസ് ലസൂലി. അലക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകാനുള്ള നീലമായി ഉപയോഗിക്കുന്നത് ലാപ്പീസ് ലസൂലിയാണ്. പ്രകൃത്യാലുള്ള അലുമിനോ സിലിക്കേറ്റുകളാണ് മൈക്ക. റൂബി, സഫയർ എന്നിവ അലൂമിനിയത്തിന്റെ ശുദ്ധരൂപങ്ങളാണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബസ്റ്റോസ്. സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം. ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹമാണ് അലൂമിനിയം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. ആലം എന്നത് അലൂമിനിയത്തിന്റെ ഡബിൾ സൾഫേറ്റുകളാണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തമാണ് ആലം. മോർഡന്റായി ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് ആലം. തുണിത്തരങ്ങളിൽ ചായം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മോർഡന്റ് എന്ന്. സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹവും അലൂമിനിയമാണ്. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ലോഹം അലൂമിനിയം. ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് അസാറ്റിൻ. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഇറീഡിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നതും ഇറീഡിയം. ഏറ്റവും വിലയേറിയ ലോഹങ്ങൾ റോഡിയവും പ്ലാറ്റിനവും. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങളാണ് മെർക്കുറി, ഫ്രാൻഷ്യം, സീസിയം, ഗാലിയം. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹമാണ് ടെക്നീഷ്യം. അടുത്തത് രാസനാമങ്ങൾ. വൈറ്റ് ലെഡ്, ബേസിക് ലെഡ് കാർബണേറ്റ്. ക്രോം യെല്ലോ, ലെഡ് ക്രോമേറ്റ്. ചുവപ്പ് ലെഡ്, ടെട്രോക്സൈഡ്. ലിതാർജ്, ലെഡ് മോണോക്സൈഡ്. ഗലീന, ലെഡ് സൾഫൈഡ്. പ്രഷ്യൻ ബ്ലൂ, ഫെറിക് ഫെറോസയനൈഡ്. പാരീസ് ഗ്രീൻ, കുപ്രിക് അസറ്റോ, ആഴ്സനേറ്റ്. ചൈനീസ് വൈറ്റ്, സിങ്ക് ഓക്സൈഡ്. തുരിശ്, കോപ്പർ സൾഫേറ്റ്. തുരുമ്പ്, ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ്. അലുമിന, അലുമിനിയം ഓക്സൈഡ്. ബോക്സൈറ്റ്, അലുമിനിയം ഓക്സൈഡ്. അടുത്ത ലോഹം ടിൻ ലെഡ്. ടിന്നിന്റെ ആറ്റോമിക് നമ്പർ 50.
ലെഡിന്റെ ആറ്റോമിക് നമ്പർ 82. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ്. ഫ്ലിന്റ് ഗ്ലാസിൽ ഉപയോഗിക്കുന്ന ലെഡ് സംയുക്തമാണ് ലെഡ് ക്രോമേറ്റ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ലെഡ്. വിദ്യുത ചാലകത ഏറ്റവും കുറഞ്ഞ ലോഹം ലെഡാണ്. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹമാണ് ലെഡ്. പെട്രോളിൽ ആന്റി നോക്കിംഗ് ഏജന്റായി ചേർക്കുന്നത് ലെഡ്. സോൾഡറിംഗ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ 50% ടിന്നും 50% ലെഡും. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹമാണ് ലെഡ്. ഉരുക്കി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് ടിന്നും ലെഡും. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗമാണ് വൃക്ക. ലെഡ് ലയിക്കുന്ന ആസിഡുകൾ നൈട്രിക് ആസിഡും അസറ്റിക് ആസിഡും. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹമാണ് ലെഡ്. വളരെ കുറഞ്ഞ അളവിൽ വൈദ്യുതി കടത്തിവിടുന്ന ലോഹവും ലെഡാണ്. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തുവാണ് ട്രൈലെഡ് ടെട്രോക്സൈഡ്. അടുത്തത് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ഫ്ലൂറോസിസ്, ഫ്ലൂറിൻ. സിലിക്കോസിസ്, സിലിക്കൺ. മീനമാത, മെർക്കുറി. പ്ലംബിസം, ലെഡ്. ഇതായി, കാഡ്മിയം. വിൽസൺ രോഗം, ചെമ്പ്. ഹൈപ്പോകലേമിയ, പൊട്ടാസ്യം. അടുത്ത ലോഹം ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക നമ്പർ 22. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നതും ടൈറ്റാനിയം. വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം ടൈറ്റാനിയം ഡയോക്സൈഡ്. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപം ഇൽമനൈറ്റും മോണോസൈറ്റും. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയം. ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യയിൽ ടൈറ്റാനിയം സ്പോഞ്ച് മിൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചവറ. അടുത്ത ലോഹം മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക നമ്പർ 12. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. സമുദ്രജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഡോ പ്രക്രിയ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കൃത്രിമ കല്ലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സൊറൽ സിമെന്റ് ഓർ മഗ്നീഷ്യ സിമെന്റ്. ഡെന്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സൊറൽ സിമെന്റ്. മഗ്നീഷ്യം ക്ലോറൈഡിന്റെയും മഗ്നീഷ്യം ഓക്സൈഡിന്റെയും മിശ്രിതമാണ് സൊറൽ സിമെന്റ്. ആന്റാസിഡായി പ്രവർത്തിക്കുന്ന ഒരു സംയുക്തമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ടാൽക്കം പൗഡർ രാസപരമായി അറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസസംയുക്തങ്ങളാണ് കാൽസ്യം ബൈകാർബണേറ്റും മഗ്നീഷ്യം ബൈകാർബണേറ്റും. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളാണ് ലൈം ചേർക്കുക, തിളപ്പിക്കുക. ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കൾ കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ സൾഫേറ്റുകളും ക്ലോറൈഡുകളും. ജലത്തിന്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ വാഷിംഗ് സോഡ ചേർക്കുക, ഡിസ്റ്റിലേഷൻ ചെയ്യുക. ജലത്തിന്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എഥിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ്, EDTA. എഥിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ്. Thank you.